റേഷൻ വ്യാപാരികളും മന്ത്രിമാരും നടത്തിയ ചർച്ച പരാജയം എന്നതാണ്. വേതന പാക്കേജ് ചർച്ചയായില്ല. അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ മാസം 27 മുതൽ റേഷൻ കടകൾ അടച്ച് സമരം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. വേതന പാക്കേജിൽ ഇപ്പോൾ ചർച്ച നടത്താനാകില്ലെന്നാണ് ധനമന്ത്രി പറയുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, ചർച്ച പരാജയപ്പെട്ടതെങ്ങനെ? കൃഷ്ണരാജ, ആദ്യഘട്ടം മുതൽ തന്നെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ കഴിഞ്ഞ ചർച്ച വിഷയങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. അന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലുമായിട്ടായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി, സംസ്ഥാനത്തെ 4ഓളം റേഷൻ വ്യാപാരി സംഘടനകളുടെ സംയുക്ത രൂപം. ഈ ചർച്ചയ്ക്കൊടുവിൽ ഇനിയൊരു ചർച്ചയില്ല എന്നുള്ളൊരു നിലപാട് റേഷൻ വ്യാപാരികൾ ആദ്യം സ്വീകരിച്ചിരുന്നു. ചർച്ചയുണ്ടെങ്കിൽ തന്നെ അത് മുഖ്യമന്ത്രിയുമായി നേരിട്ടാകാം. കാരണം മുഖ്യമന്ത്രിയാണ് നേരത്തെ ഈ രീതിയിൽ വേതന പാക്കേജിലെ വർധനവ് ഉറപ്പ് നൽകിയത്. അതുകൊണ്ട് ഇനി ചർച്ച നടക്കുന്നെങ്കിൽ അദ്ദേഹവുമായി മാത്രം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. പിന്നീട് ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്നു വീണ്ടും റേഷൻ വ്യാപാരികളുമായി ധനമന്ത്രിയോടൊത്ത് താൻ ചർച്ച നടത്തുമെന്ന്. അങ്ങനെ ധനമന്ത്രിയും കൂടി ചർച്ചയുടെ ഭാഗമാകുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ് ഇന്നത്തെ ഓൺലൈൻ യോഗത്തിന് ഈ പറയുന്ന രീതിയിൽ വ്യാപാരികൾ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചത്, അല്ലെങ്കിൽ അവർ അതിന് തയ്യാറായത്. അപ്പോഴും അവർ പറയുന്നുണ്ടായിരുന്നു ഓഫ്ലൈനായി നേരിട്ടിരുന്നുള്ള ചർച്ചയാണ് ആവശ്യമെന്നുള്ളത്. എങ്കിലും ധനമന്ത്രി കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനാൽ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതായിരുന്നു നിലപാട്. ഇന്ന് 2 മണിക്ക് ചേർന്ന ഓൺലൈൻ യോഗം 3:15 വരെ നീണ്ടു. ആ യോഗത്തിൽ പക്ഷേ ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും കാലങ്ങളായി തങ്ങൾ പറയുന്ന നിലപാടുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി ഈ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടുള്ള വേതന വർധനവുമായി ബന്ധപ്പെട്ടുള്ള പാക്കേജിന്റെ കാര്യത്തിൽ തൽക്കാലം ഒരു ചർച്ച ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ വ്യാപാരികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പറയുന്നത് സർക്കാരിന്റെ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു വേതന വർധനവ് അത് പ്രായോഗികമല്ല, ആ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു മന്ത്രിമാർ. ഒപ്പം തന്നെ ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന റേഷൻ വ്യാപാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ കാലങ്ങളായി നടക്കുന്ന ചർച്ചകൾ 2018-19 കാലം മുതൽക്ക് തന്നെ ഈ വിഷയവും ആവശ്യങ്ങളും ഉയർത്തുന്നുണ്ട്. പലപ്പോഴും ഈ ആവശ്യങ്ങൾ ഉയർത്തി നടത്തിയ സമരങ്ങളിലൊക്കെ ഇടതുപക്ഷത്തേക്ക് നേതാക്കന്മാരൊക്കെ ഭാഗവാക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ചർച്ചകളും വാഗ്ദാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഉറപ്പ്, ഇത് രേഖാമൂലം ഒരു ഉറപ്പ്, ഇത്തരത്തിൽ നിങ്ങളുടെ വേതന പാക്കേജ് സർക്കാർ വർധനവ് ഇത്ര ദിവസത്തിനുള്ളിൽ നടത്തും, അല്ലെങ്കിൽ ഒരു കാലയളവിനുള്ളിൽ ഇതിനൊരു പരിഷ്കാരം കൊണ്ടുവരും എന്നൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഈ ചർച്ച അലസിപ്പിരിയുന്നതും. സമരത്തിൽ ഉറച്ചു നിൽക്കാൻ 27-ാം തീയതി മുതൽ സംസ്ഥാനത്തെ 13,607 റേഷൻ കടകളും അടച്ചിടുന്ന ഒരു തീരുമാനത്തിലേക്ക് റേഷൻ വ്യാപാരികൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. 27 മുതൽ ഈ റേഷൻ കടകൾ അടച്ചിടുന്നത് മുതൽ താലൂക്ക് കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും പിന്നീട് സെക്രട്ടേറിയറ്റിലും ഒക്കെയായി വലിയ സമര പരിപാടികളും റേഷൻ വ്യാപാരികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. റേഷൻ വ്യാപാരികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 13,607 റേഷൻ കടകളെ തന്നെയാണെങ്കിലും അവരുടെ വരുമാനം അനുസരിച്ച് ഇവരെ പല ശ്രേണികളായി തിരിക്കാൻ കഴിയും. ഇതിൽ തന്നെ സംസ്ഥാനത്തെ 13,607 റേഷൻ കടകളിൽ ഏതാണ്ട് 8,655 പേരും 25,000 രൂപയിൽ താഴെ മാത്രം മാസവരുമാനം ഉള്ളവരാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു 1,600 പേരും അതിന് കുറച്ചുകൂടി 1,600 പേര് കൂടി 28,000 രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ള ആളുകളുമാണ്. അങ്ങനെ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം റേഷൻ വ്യാപാരികളും 28,000 രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ളവരാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വരുമാനത്തിൽ നിന്ന് വേണം, ഈ വേതനത്തിൽ നിന്ന് വേണം കടയിൽ നിർത്തുന്ന സെയിൽസ്മാനായി നിർത്തുന്ന ആൾക്ക് ശമ്പളം നൽകാൻ, വാടക കെട്ടിടത്തിലാണെങ്കിൽ അതിൻ്റെ വാടക നൽകാൻ, വൈദ്യുതി ചെലവ് നൽകാൻ, മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ. കാരണം ഈ അടുത്തിടെ മസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്ന സമയത്ത് പോലും ഈ പലരുടെയും മസ്റ്ററിംഗ് നടക്കാത്ത സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള പന്തലുകൾ അടക്കം ഒരുക്കാൻ, അല്ലെങ്കിൽ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നത് എല്ലാ ചുമതലയും ഉത്തരവാദിത്വവും റേഷൻ വ്യാപാരികളുടെ തലയിൽ സർക്കാർ ചാർത്തിയിരുന്നു. ഇപ്പോൾ ചിലരുടെ ആധാറിന്റെ ഈ ബയോമെട്രിക്സ് എടുക്കുന്ന സമയത്ത് അവരുടെ തമ്പ് ഇംപ്രഷൻ വരുന്നില്ല എങ്കിൽ ഐറിസ് സ്കാനറുകൾ എടുത്ത് അതുവഴി ഇവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ വ്യാപാരികൾക്ക് നൽകിയിരുന്നു. അങ്ങനെ എന്ത് വിഷയം വരുമ്പോഴും അധിക ധനപ്രതിസന്ധി മുഴുവൻ ഈ വ്യാപാരികളുടെ മുകളിലേക്ക് തള്ളുന്ന ഒരു നടപടി സർക്കാർ സ്വീകരിച്ചു. അതോടൊപ്പം കഴിഞ്ഞ ഓണക്കാലത്ത് 1,000 രൂപയുടെ ഒരു ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു. ആ ഓണറേറിയം പ്രഖ്യാപിച്ചിട്ട് അത് നൽകാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. അങ്ങനെ നിരവധി തവണ ഇത്തരം വിഷയങ്ങൾ ആവർത്തിച്ച് വരുമ്പോഴാണ് ഈ അനിശ്ചിതകാല സമരം എന്നൊരു നിലപാടിലേക്ക് വ്യാപാരികൾ പോകുന്നത്. വേതന വർധനവെന്നത് ഒരു കാര്യം മാത്രമാണ് അവർ ഒരു പരിഹാരമായി കാണുന്നതും. എന്തായാലും ആ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തെ 13,607 റേഷൻ കടകളും പൂർണ്ണമായി അടച്ചിടുന്നു എന്നുള്ള സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ജനുവരി 1 മുതൽ സംസ്ഥാനത്തെ വാതിൽപ്പടി വിതരണക്കാർ, വെയർ ഹൗസുകളിൽ നിന്ന് റേഷൻ സാധനങ്ങൾ ഈ പറയുന്ന റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാർ അവർ പൂർണ്ണമായും സമരത്തിലാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്ക് ആവശ്യത്തിന് സാധനങ്ങൾ എത്താത്തൊരു സാഹചര്യമുണ്ട്. മിക്ക റേഷൻ കടകളിലും ഇപ്പോൾ
തന്നെ വസ്തുക്കളൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് 27-ാം തീയതി മുതൽ ഈ റേഷൻ കടകൾക്ക് പൂർണ്ണമായും താഴെ വീഴാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. റേഷൻ കടകളിൽ നമ്മളിപ്പോൾ വസ്തുക്കൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടുത്തെ പോസ്റ്റ് മെഷീൻ വഴിയാണ് റേഷൻ സാധനങ്ങൾ നമുക്ക് വിതരണം ചെയ്യുന്നത്. അതിൽ വിരലടയാളം പതിപ്പിച്ച് അതിൽ ബയോമെട്രിക് സ്കാനിംഗ് നടത്തിക്കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ റേഷൻ വസ്തുക്കൾ നൽകുന്നത്. 31-ാം തീയതി മുതൽ ഇതിന് സർവീസ് നൽകുന്ന, ഇതിന് സേവനം നൽകുന്ന സ്ഥാപനം തങ്ങൾ പൂർണ്ണമായും ഈ ബാക്ക് എൻഡ് സപ്പോർട്ട് അവസാനിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 മാസത്തെ കുടിശ്ശികയെ അവർക്ക് മാത്രം നൽകാനുള്ളത് 6,26,00,000 രൂപയാണ്. അപ്പോൾ അതിലും സർക്കാർ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. കമ്പനി സർക്കാരിന് കത്ത് നൽകിയിട്ട് ഇപ്പോൾ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പോസ്റ്റ് മെഷീന് ഉള്ള പണം നൽകാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതിരിക്കുമ്പോഴാണ് റേഷൻ വ്യാപാരികളുടെ കൂടെ സമരം വരുന്നത്. അങ്ങനെ സമ്പൂർണ്ണമായി സംസ്ഥാനത്തെ റേഷൻ മേഖല കുത്തഴിഞ്ഞു നിൽക്കുന്നു. അതിലുള്ള ഇടപെടലുകൾ, സർക്കാരിന്റെ ഇടപെടലുകൾ പരാജയപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് ഗതിമുട്ടിയ വ്യാപാരികൾ അവർ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു ദുരിതം ഇനി വരാനില്ല എന്നുപോലെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നും നമുക്ക് പറയേണ്ടി വരും. കൃഷ്ണരാജ, പ്രജിത്ത്, ഈ മുഖ്യമന്ത്രി കൊടുക്കുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല. അത് പിന്നീട് മന്ത്രിമാരുമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ പരിഗണിക്കപ്പെടുന്നത് പോലുമില്ല. ഇതെന്ത് കഷ്ടമാണ്. ഗതികേടാണെന്ന് പറയേണ്ടി വരും കൃഷ്ണരാജ്. കാരണം അത്രയധികം ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ പലരെയും വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് വളരെ സാധാരണക്കാരായ ആൾക്കാർ അവർ ഈ റേഷൻ അവരുടെയൊക്കെ മാസവരുമാനത്തിൻ്റെയൊക്കെ കണക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോ പട്ടിക തിരിച്ച് പറയേണ്ടി വരും. കാരണം ഒരു ഔദ്യോഗികമായ കണക്കുകൾ പോലും അടുത്തിടെ ഈ മന്ത്രിയുടെ ഒരു പരാമർശം വന്ന സമയത്ത് റേഷൻ വ്യാപാരികൾ പുറത്തുവിട്ടിരുന്നു. ആ കണക്ക് ഞാനൊന്ന് വായിക്കാവുന്നതാണ്. ഓരോ തലത്തിലുള്ള റേഷൻ വ്യാപാരികൾക്കും എത്ര കമ്മീഷൻ വെച്ച് കിട്ടുന്നു എന്നുള്ളത്. അതായത് സംസ്ഥാനത്ത് ഏതാണ്ട് 170 റേഷൻ കടകൾക്ക് 5,000-നും 10,000-നും ഇടയിൽ മാത്രമാണ് അവരുടെ കമ്മീഷൻ റേഞ്ച് എന്ന് പറയുന്നത്. ഈ കമ്മീഷനിൽ നിന്ന് വേണം അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള വാടക കെട്ടിടമാണെങ്കിൽ അത്, വൈദ്യുതി ചാർജ് ഉണ്ടെങ്കിൽ അത്, അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരുക്കാൻ. ഒരു സ്ഥാപനത്തിന്, ഇത്തരമൊരു സ്ഥാപനത്തിന് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതിന് വരുമ്പോൾ 10,000 മുതൽ 15,000 വരെ വരുന്ന 951 പേർ, 15,000 മുതൽ 20,000 വരുന്ന 3,601, അങ്ങനെയാണ് ഈ കണക്കുകൾ പോകുന്നത്. അതായത് സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന റേഷൻ വ്യാപാരികളുടെയും കമ്മീഷൻ, പ്രതിമാസ കമ്മീഷൻ എന്ന് പറയുന്നത് 25,000 രൂപയിൽ താഴെയാണ്. ഈ വരുമാനത്തിൽ അവർക്ക് കൃത്യമായി റേഷൻ കട നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളത് പ്രായോഗികമായ ഇത്തരം കാര്യങ്ങളെ പറ്റി അറിവുള്ള ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാരണം ഒരു സെയിൽസ്മാൻ ഉണ്ടാകും, ആ സെയിൽസ്മാൻ്റെ കുടുംബവും ഈ സ്ഥാപനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊരു വരുമാനമുണ്ട്. അവർക്കൊരു ശമ്പളം നൽകിയില്ലെങ്കിൽ അവർ വരില്ല. മറ്റ് വൈദ്യുതി, വാടക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നല്ലൊരു ശതമാനം വ്യാപാരികളും ലോൺ എടുത്ത് ഇത്തരം റേഷൻ ലൈസൻസുകളും ഈ സ്ഥാപനങ്ങളും തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർക്ക് നിലവിലുണ്ട്. തങ്ങളുടെ വീട്ടിലെ ചെലവുകൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒന്നിനും സാധിക്കാത്തൊരു രീതിയിലാണ് ഈ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ഒന്നിനും സാധിക്കാത്തൊരു രീതിയിലാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ഈ ആവശ്യങ്ങൾ പലപ്പോഴായി സർക്കാരിൻ്റെ മുൻപിൽ വെച്ചു, മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചു. മുഖ്യമന്ത്രി വരെ ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റേഷൻ വേതന പാക്കേജിൽ പരിഹാരമുണ്ടാകും, അതിൽ പരിഷ്കരണം ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ അത് വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് നടപടികൾ ഉണ്ടാകാതെ പോയപ്പോഴാണ് ഇത്തരത്തിൽ റേഷൻ വ്യാപാരികൾ ഈ അനിശ്ചിതകാല സമരം എന്നുള്ളൊരു പ്രഖ്യാപനം വന്നത്. അവർ പ്രഖ്യാപനം നടത്തി, മന്ത്രിമാരുമായി റേഷൻ വ്യാപാരികളും മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെടുന്നു. വേതന പാക്കേജ് ചർച്ച ചെയ്യുന്നില്ല എന്ന് ധനമന്ത്രി പറയുന്നു. അങ്ങനെയെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ റേഷൻ കടകൾ അടച്ചിട്ട് സമരവുമായി മുന്നോട്ട് പോകാമെന്ന് വ്യാപാരികൾ പറയുന്നു. 27 മുതൽ റേഷൻ കടകൾ അടച്ച് സമരം ശക്തമാക്കാനാണ് അവരുടെ തീരുമാനം. ഏതായാലും അത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു തീരുമാനമാണ് എന്ന് എല്ലാവരും ഓർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.